ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ആര് ജയിക്കും? എൻ്റെ അഭിപ്രായത്തിൽ രാധാകൃഷ്ണനാണ് സാധ്യത കൂടുതലും. NDA സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ സാധ്യത. അത് കൂടുതലും വികസനത്തിന് ഉള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ സാധിക്കാനുള്ളത് രാധാകൃഷ്ണൻ വന്നാലേ സാധിക്കത്തുള്ളൂ. LDF ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം UDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ അത്യാവശ്യം നല്ല ടൈറ്റ് മത്സരമായിരിക്കും. എന്നാലും ജോബ് മൈക്കിൾ ജയിക്കും. അതിവിടെ സ്റ്റേഡിയം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നു. അതൊക്കെ കൊണ്ടാണ് അത്യാവശ്യം നല്ല വികസനമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ആരുടെ ചെയ്യുന്നോ അവരെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. LDF UDF തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഇത്തവണ ആര് ജയിക്കും? സിറ്റിംഗ് MLA തന്നെ പോവോ അതോ മണ്ഡലം പിടിക്കുമോ? UDF മണ്ഡലം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇതാണ് ഇവിടെയുള്ള ഒരു പൊതുവേ ഉള്ള ഒരു പ്രതികരണം. നിങ്ങളെ സംസാരിക്കാം ഞങ്ങളോട്. അങ്ങനെയാ ഈ പെൺകുട്ടികൾക്കൊക്കെ പൊതുവെ നടന്നു പോകുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ മടിയാ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ ചങ്ങനാശ്ശേരിയിൽ സത്യം പറഞ്ഞാൽ ഒരു സമ്മിശ്ര പ്രതികരണമുണ്ട്. കാര്യം MLA പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ ചങ്ങനാശ്ശേരി മണ്ഡലാണോ ഇവിടെ ഉള്ളതാ? ബിനു ജോബ് ജയിക്കും. അതിന്റെ കാരണം എന്താ? കാരണം ജോബ് മൈക്കിൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെ ഒന്നും ഇട്ടില്ല. ഞാനിവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിക്കും. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ആശുപത്രി MLA ഇവിടുത്തെ ഇന്ന് ജയിച്ച MLA ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റേഡിയം നിങ്ങളവിടെ നിൽക്കുക. ഇവിടെ ആരോട് ചോദിച്ചാലും ഏത് കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും പറയും ജോബ് മൈക്കിൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഗവൺമെന്റ് ആശുപത്രി, മുനിസിപ്പൽ സ്റ്റേഡിയം, പിന്നെ റോഡ് അതൊന്നുമില്ല. റോഡ് പൊളിഞ്ഞു കിടന്ന എല്ലാ റോഡുകളും എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഏത് സ്ത്രീയോട് ചോദിച്ചാലും പറയും. ചേച്ചിക്ക് രാഷ്ട്രീയം ചോദിക്കണില്ല. ചേച്ചി ചങ്ങനാശ്ശേരി ഗവൺമെന്റ് സർവന്റ്. അപ്പൊ പറയാൻ പറ്റില്ല അല്ല. ചേച്ചി ഗവൺമെന്റ് സർവന്റ് ആന്ന് പറയണേ. ഇവിടെ വേറൊരു അമ്മയുണ്ട്. അമ്മ എവിടെ പോവാ? അമ്മ ചങ്ങനാശ്ശേരിയാണോ മണ്ഡലം? ആര് ജയിക്കും ഇവിടെ തവണ? നാണാണോ പറയാൻ? എന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട്. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്താ നോക്കാറ്? പാർട്ടിയാണോ അതോ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളോട് നല്ലോണം ഇടപെടുന്ന ആൾക്കാണോ? എങ്ങനെയാ നോക്കുന്നത്? നല്ല കാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തവണ ആരായിരിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? ഇവിടുത്തെ MLA പറ്റി എന്താ അഭിപ്രായം? വികസനം ഉണ്ടോ? റോഡൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ടോ? ആശുപത്രി, റോഡ് നമ്മുടെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ അമ്മ അങ്ങനെയാണ്. അമ്മ അപ്പൊ കൊറേ നേരം കാത്തുക്കേണ്ടി വന്നാ? ബസ് കാത്തുക്കേണ്ടി വന്നാ? ബസ് കാത്ത് കൊറേ നേരം നിക്കണ്ടി വന്നാ അമ്മ? നിക്കണ്ട. അപ്പൊ എന്നാ ശരി കേട്ടോ. അപ്പൊ ഈ അമ്മയും പറയുന്നത് വികസനം നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് സാധാരണക്കാർ നോക്കുന്നത്. അത് പ്രത്യേകിച്ച് നോക്കുന്നത് റോഡ് വികസനം, അതുപോലെ കുടിവെള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ടോ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നല്ല ഒരു തെരഞ്ഞെടുപ്പിൽ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആവേശം കൂടുതലാണ് ചങ്ങനാശ്ശേരി. എല്ലായ്പ്പോഴും കേരള കോൺഗ്രസിനൊപ്പമാണ് നിന്നത്. പക്ഷേ ഈ 2021 കേരള കോൺഗ്രസ് LDF-നൊപ്പം ചേർന്നപ്പോൾ LDF-നൊപ്പം നിന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.